വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ മെറ്റീരിയൽസ് ബ്രിക്സിന്റെ വെറൈറ്റീസ് ആൻഡ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക്, സിമെന്റിന്റെ വെറൈറ്റീസ് ആൻഡ് ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ആൻഡ് ഇറ്റ്സ് യൂസസ്, സ്റ്റീൽ, ടൈപ്സ് ഓഫ് സ്റ്റീൽ ഫോർ റീൻഫോഴ്സ്ഡ് ബാർസ്, സ്റ്റീൽ സ്ട്രക്ചർ സെക്ഷൻ, അഗ്രിഗേറ്റ്സിന്റെ ടൈപ്സ് ആൻഡ് റിക്വയർമെന്റ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സ്. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്രിക്സ് ആണ് നമ്മുടെ ടോപ്പിക്. ബ്രിക്സ് നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ബ്രിക്സ്. അതെന്തുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? ചീപ്പാണ്, ഡ്യൂറബിൾ ആണ്, ആൻഡ് ഈസി ടു ഹാൻഡിൽ ആൻഡ് വർക്ക് വിത്ത്. ചീപ്പ് ആയതുകൊണ്ടും ഡ്യൂറബിൾ ആയതുകൊണ്ടും ഈസി ടു ഹാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലേ ബ്രിക്സ് കണ്ടിട്ടുണ്ടാവും. ക്ലേ ബ്രിക്സ് നമ്മളെ ഇന്റീരിയേഴ്സും എക്സ്റ്റീരിയർ വോൾസ് ഉണ്ടാക്കാനും അതുപോലെ പാർട്ടീഷൻസ് മേക്ക് ചെയ്യാനും പയേഴ്സ്, അതുപോലെ ഫൂട്ടിങ് ആൻഡ് അതർ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്, ലോഡ് ബിയർ ചെയ്യുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ ബ്രിക്സ് ഉപയോഗിക്കലുണ്ട്. നമുക്കറിയാം, ബ്രിക്ക് ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ദാറ്റ് ക്യാൻ കൺവീനിയൻ്റ്ലി ഹാൻഡിൽ വിത്ത് വൺ ഹാൻഡ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആണ്. നമുക്കത് ഒരു കൈ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ബേൺ ക്ലേ ഉപയോഗിച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കാം, അതുപോലെ സാൻഡിൻ്റെയും ലൈമിൻ്റെയും മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കാം, അതുപോലെ പോർട്ട്ലാൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സാധാരണ നമ്മൾ ക്ലേ ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എക്കണോമിക്കൽ ആൻഡ് ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലേ ബ്രിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലെങ്ത്തും വിഡ്ത്തും, ഒരു ബ്രിക്സിന്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിലൊരു ഇന്റർ റിലേഷൻ ഉണ്ട്. അതാണ് ലെങ്ത് ഓഫ് ബ്രിക്ക് ഇസ് ഈക്വൽ ടു 2 into വിഡ്ത്ത് ഓഫ് ബ്രിക്ക് പ്ലസ് തിക്നെസ് ഓഫ് മോട്ടാർ. ഹൈറ്റ് ഓഫ് ബ്രിക്ക് ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ബ്രിക്ക്. ഇനി ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിനെ നമ്മൾ മോഡുലാർ ബ്രിക്ക് എന്നും പറയും. അതിന്റെ സൈസ് 19 into 9 into 9 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 19 into 9 into 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് നമ്മൾ മാസനറിയും മോട്ടാറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 19 into 9 into 9 സെൻറ്റിമീറ്റേഴ്സ് 20 into 10 into 10 സെൻറ്റിമീറ്റേഴ്സ് ആവും. നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്ത് കോമൺ ആയിട്ട് കിട്ടുന്ന ബ്രിക്കിൻ്റെ സൈസ് 9 inch into 5 inch into 3 inch ആണ്. അങ്ങനെയുള്ളതിന് ഫീൽഡ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. ഒരു ഫീൽഡ് ബ്രിക്കിൻ്റെ വെയിറ്റ് 3 kilogram ആണ്. അപ്പോൾ ഈ ഒരു ബ്രിക്കിന് നമ്മളൊരു ഇൻറ്റൻറ്റ് കൊടുക്കും. ആ ഇൻറ്റൻറ്റിന് ഫ്രോഗ് എന്നാണ് പറയുന്നത്. അത് ഒരു 1-2 centimeters ഡീപ്പിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സൈസ് 10 into 4 into 1 centimeters ആയിരിക്കും. അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ബ്രിക്സിന് നമ്മൾ ഫ്രോഗ് കൊടുത്തത് 10 into ഇത് 100 centimeter മില്ലിമീറ്ററിലാണ് ഇതുള്ളത്. 100 millimeter, 40 millimeter, 10 into 20 millimeter. അപ്പോൾ ആ ഒരു സൈസിൽ ഡീപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നത് 10 into 4 into 1 centimeter ഡീപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. 10 into 4 into 1 centimeter. അപ്പം 10 into 4 into 1 centimeter, ഇത് 10 centimeter എന്ന് പറയുമ്പോൾ 100 millimeter അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കീ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ the purpose of providing frog is to form a key for holding the mortar, and therefore the bricks are laid with frogs on top. Frog is not provided in 4 cm high bricks and extruded bricks. നമ്മൾ 4 cm ഹൈ ബ്രിക്സിനും 4 cm ഹൈറ്റുള്ള ബ്രിക്സിനും അതുപോലെ എക്സ്ട്രൂഡഡ് ബ്രിക്സിനും നമ്മൾ ഫ്രോഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അടുത്ത ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് ആണ്. ബ്രിക്സിനെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ഫീൽഡ് പ്രാക്ടീസിൻ്റെ ബേസിസിൽ നമ്മൾ ബ്രിക്സിനെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് ഫോർത്ത് ക്ലാസ് ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, അതിൻ്റെ പ്രത്യേകത നോക്കാം. ദിസ് ആർ തറൗലി ബേൺഡ് ആൻഡ് ആർ ഓഫ് ഡീപ്പ് റെഡ്, ചെറി ഓർ കോപ്പർ കളർ. ഒരു ഡീപ്പ് റെഡ് അല്ലെങ്കിൽ ചെറിനെ പോലെയുള്ള കളറായിരിക്കും. The surface should be smooth and rectangular with parallel, sharp and straight edges and square corners. ഇതിൻ്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കും, റെക്ടാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക. എഡ്ജസ് ഒക്കെ പാരലൽ ആയിരിക്കും, അതേപോലെ സ്ട്രെയിറ്റ് എഡ്ജസ് ആയിരിക്കും, സ്ക്വയർ കോർണേഴ്സും ആയിരിക്കും.
This should be free from flaws, cracks and stones. ക്രാക്സ് ഒന്നും ഉണ്ടാവില്ല, യൂണിഫോം ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ ഫിംഗർ നെയിലോണ്ട് ഒരു സ്ക്രാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇംപ്രഷനോ അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവില്ല, ഒന്നും കാണിക്കില്ല. ഒരു സ്ക്രാച്ച് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഫ്രാക്ചേർഡ് സർഫേസ് ഓഫ് ദ ബ്രിക്ക് ഷുഡ് നോട്ട് ഷോ ലംസ് ഓഫ് ലൈം. ഇനി പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിക്കഴിഞ്ഞ ഭാഗത്ത് ലൈമിൻ്റെ ഒരു ഒന്നും കാണിക്കില്ല, ലൈമൊന്നും അവിടെ കാണിക്കില്ല. എ മെറ്റാലിക് ഓർ റിംഗിങ് സൗണ്ട് ഷുഡ് ബി കം വെൻ 2 bricks ആർ സ്ട്രക്ക് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. 2 bricks എടുത്തിട്ട് പരസ്പരം മുട്ടിക്കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് സൗണ്ട് അല്ലെങ്കിൽ റിംഗിങ് സൗണ്ട് ഉണ്ടാവും. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി 12 to 15% ഓഫ് ഡ്രൈ വെയ്റ്റ് വെൻ അമേഴ്സ്ഡ് ഇൻ കോൾഡ് വാട്ടർ. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രിക്ക് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് 12 to 15% ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആർ റെക്കമെൻഡഡ് ഫോർ പോയിന്റിങ് എക്സ്പോസ്ഡ് ഫേസ് വർക്ക് വിത്ത് മാസണറി സ്ട്രക്ചേഴ്സ്, ഫ്ലോസിങ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. നമ്മൾ പുറമേ കാണുന്ന എല്ലാ മാസണറി വർക്കിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് സ്മോൾ ക്രാക്സ് ആൻഡ് ഡിസ്റ്റോർഷൻസ് ആർ പെർമിറ്റഡ്. ചെറിയ ക്രാക്സും ഡിസ്റ്റോർഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ലിറ്റിൽ വാട്ടർ, ഹയർ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് അബൌട്ട് 16 to 20%. സെക്കൻഡ് ക്ലാസ്സിൽ വാട്ടർ അബ്സോർപ്ഷൻ 16 to 20% ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ വാട്ടർ അബ്സോർപ്ഷൻ 12 to 15% മാത്രമേ ഉള്ളൂ. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 7 Newton/mm². ഇവിടെ ക്രഷിംഗ് സ്ട്രെങ്ത് 10 Newton/mm² ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന്. സെക്കൻഡ് ക്ലാസ്സിന് ക്രഷിംഗ് സ്ട്രെങ്ത് 7 Newton/mm² ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾ ഇമ്പോർട്ടൻറ്റ് ഓർ അൺഇമ്പോർട്ടൻറ്റ് ഹിഡൻ മാസണറി വർക്ക്സ് ആൻഡ് സെൻറ്ററിങ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്സ്. ഇത് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ, ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കുന്നത്. തേർഡ് ക്ലാസ് ബ്രിക്സ് ആർ അണ്ടർബേൺഡ് ആയിരിക്കും. സോഫ്റ്റ് ലൈറ്റ് കളേർഡ്, പ്രൊഡ്യൂസിങ് എ ഡൾ സൗണ്ട് വെൻ സ്ട്രക്ക് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. സോഫ്റ്റ് ആയിരിക്കും, ലൈറ്റ് കളർ ആയിരിക്കും. 2 ബ്രിക്സ് എടുത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഡൾ സൗണ്ട് ഉണ്ടാവും. വാട്ടർ അബ്സോർപ്ഷൻ ഈസ് 25% ഓഫ് ഡ്രൈ വെയ്റ്റ്. വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലാണ്. യൂസ്ഡ് ഇൻ ദ ബിൽഡിംഗ് ടെമ്പററി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ തേർഡ് ക്ലാസ് ബ്രിക്സ് ഉപയോഗിക്കുള്ളൂ. ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഓവർ ബേൺഡ് ആണ്. തേർഡ് ക്ലാസ് ബ്രിക്സ് അണ്ടർ ബേൺഡ് ആണെങ്കിൽ ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഓവർ ബേൺഡ് ആണ്. ഡിസ്റ്റോർട്ടഡ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്, ബ്രിട്ടിൽ ഇൻ നേച്ചർ. ഇത് ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് ഫ്ലോർസ് ഇൻ ലൈം, കോൺക്രീറ്റ് ആൻഡ് റോഡ് മെറ്റൽസ്. റോഡ് ഉണ്ടാക്കാനും ഫൗണ്ടേഷനിലുമാണ് നമ്മൾ ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കുന്നത്. സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഹാസ് ക്ലാസിഫൈഡ് ദ ബ്രിക്സ് ഓൺ ദ ബേസിസ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആസ് ഇൻ ദ ഗിവൻ ടേബിൾ. അപ്പം അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഫീൽഡ് പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അടുത്തത് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ബ്യൂറോ ഓഫ് BIS ആണ് അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 35 അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 35 Newton/mm² ആണ്. 30 ആണെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അതുണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണോ അതാണ് അതിൻ്റെ ക്ലാസ്. 20 ഉണ്ട്, 17.5 ഉണ്ട്, 15 ഉണ്ട്, 12.5 ഉണ്ട്, 10 ഉണ്ട്, 7.5 ഉണ്ട്, 5 ഉണ്ട്, 3.5 ഉണ്ട്. അപ്പം അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ച് BIS ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ബ്രിക്സിൻ്റെ കാറ്റഗറിയാണ് ഇതൊക്കെ. Burnt clay bricks having compressive strength more than 40 Newton/mm² are known as heavy duty bricks. Compressive strength 40 Newton/mm² കൂടുതലുള്ളതിന് ഹെവി ഡ്യൂട്ടി ബ്രിക്സ് എന്നാണ് പറയുന്നത്. അത് ഹെവി ഡ്യൂട്ടി സ്ട്രക്ചേഴ്സ് ആയ ബ്രിഡ്ജസ്, ഫൗണ്ടേഷൻസ്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ഇസ് ലിമിറ്റഡ് ടു 5% ആണ്. Each class of bricks as specified above is further divided into subclasses AB. നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാ ബ്രിക്സിനെയും ഫർദർ ഡിവൈഡഡ് ഇൻറ്റു സബ് ക്ലാസ് എയും സബ് ക്ലാസ് ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അത് അതിൻ്റെ ഷേപ്പിനെയും ടോളറൻസും വെച്ചിട്ടാണ് നമ്മൾ സബ് ക്ലാസ് എയും സബ് ക്ലാസ് ബിയും ആയി തരംതിരിച്ചിട്ടുള്ളത്. സബ് ക്ലാസ് എ എന്ന് പറയുമ്പം സ്മൂത്ത് റെക്ടാങ്കുലർ ഫേസസ് വിത്ത് ഷാർപ്പ് കോർണേഴ്സ് ആയിരിക്കും. റെക്ടാങ്കുലർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഫേസസും ഷാർപ്പ് കോർണറും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സബ് ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ള റെക്ടാങ്കുലർ ഫേസസ് ഉണ്ടാവില്ല, സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡും അതുപോലെ റൗണ്ട് എഡ്ജസ് ആയിരിക്കും, റെക്ടാങ്കുലർ എഡ്ജസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ക്ലാസ് എ ആണെങ്കിൽ ഡയമെൻഷൻ 380 cm, ടോളറൻസ് ±12, അതായത് 180, ടോളറൻസ് ±66. അപ്പോൾ ഡയമെൻഷൻ ഇവർ രണ്ടാളും സെയിം ആണ്, പക്ഷേങ്കിൽ ടോളറൻസിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇതിൽ ടോളറൻസ് ഇവിടെ കുറവാണ്, കാരണം ഇതിൽ മാക്സിമം ഡീവിയേഷൻ ഒന്നും സംഭവിക്കുമല്ലോ. പക്ഷേങ്കിൽ സബ് ക്ലാസ് ബിയിൽ കൂടുതലായിട്ട് ഡീവിയേഷൻ നടക്കും. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷനാണ്, അപ്പോൾ ഡീവിയേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് സബ് ക്ലാസ് ബി ആയത്. ഇനി നമ്മളെ യൂസിനനുസരിച്ചിട്ട് ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. കോമൺ ബ്രിക്സ്, ഫേസിംഗ് ബ്രിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രിക്സ്. കോമൺ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ മൾട്ടിപർപ്പസ് യൂണിറ്റ് മാനുഫാക്ചർഡ് എക്കണോമിക്കലി വിതൗട്ട് സ്പെഷ്യൽ റെഫറൻസ് ടു അപ്പിയറൻസ്. സാധാരണ ജനറൽ പർപ്പസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ് കോമൺ ബ്രിക്സ്. അതിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഡ്യൂറബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഫില്ലിങ്സിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ അപ്പിയറൻസ് ഒന്നും അത്ര ഗുഡ് ആയിരിക്കില്ല, അങ്ങനെയുള്ളതാണ് കോമൺ ബ്രിക്സ്. ഫേസിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും, ഏതർ ഓഫ് കളർ ഓർ ടെക്സ്ചർ ഓർ ബോത്ത്. നല്ല കളറായിരിക്കും, നല്ല ടെക്സ്ചറിലോ കളറിലോ എല്ലാം ഗുഡ് അപ്പിയറൻസ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും ഫേസിംഗ് ബ്രിക്സ്. These are durable under severe exposure and are used in fronts of building walls for which a pleasing appearance is desired. നല്ല ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസിംഗ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുക. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫേസിംഗ് ബ്രിക്സ് ആണ് നമ്മൾ വെക്കുക. എഞ്ചിനീയറിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഇംപെർമിയബിൾ ആണ്, സ്മൂത്ത്, ടേബിൾ മോൾഡഡ്, ഹാർഡ് ആൻഡ് കൺഫേം ടു ഡിഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് സ്ട്രെങ്ത്. ദിസ് ആർ യൂസ്ഡ് ഫോർ ഓൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. ലോഡ് കൂടുതലായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സിലെല്ലാം നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് കോമൺ ബ്രിക്സ്, ഫേസിംഗ് ബ്രിക്സ്, എഞ്ചിനീയറിംഗ് ബ്രിക്സ്. കോമൺ ബ്രിക്സിന് അത്ര അപ്പിയറൻസിലൊന്നും ഗുഡൊന്നും ആയിരിക്കില്ല, സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഫേസിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അപ്പിയറൻസ് തരും, അതുപോലെ ഒരുപാട് നാൾ ഡ്യൂറബിളുമാണ്. എഞ്ചിനീയറിംഗ് ബ്രിക്സ് ആണ് ഏറ്റവും നല്ലത്, സ്ട്രോങ്, ഇംപെർമിയബിൾ, സ്മൂത്ത്, ടേബിൾ മോൾഡഡ്. അപ്പോൾ എല്ലാം ഹാർഡാണ്. ഇത് പറഞ്ഞാൽ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഫിനിഷ്, ഓൺ ദ ബേസിസ് ഓഫ് ഫിനിഷ് നമ്മൾ സാൻഡ് ഫേസ്ഡ് ബ്രിക്സും റസ്റ്റിക് ബ്രിക്സും ഉപയോഗിക്കുന്നുണ്ട്. സാൻഡ് ഫേസ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചേർഡ് സർഫസിൽ നമ്മൾ ടെക്സ്ചേർഡ് സർഫസ് മാനുഫാക്ചർഡ് ബൈ സ്പ്രിങ്ക്ലിംഗ് സാൻഡ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ മോൾഡ്. സ്പ്രിങ്ക്ലിംഗ് സാൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്ചേർഡ് സർഫസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ റസ്റ്റിക് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ടെക്സ്ചേർഡ് ഫിനിഷ് വാരിങ് ഇൻ പാറ്റേൺ. ഇതിൻ്റെ ടെക്സ്ചേർഡ് മെക്കാനിക്കലി ഫിനിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പാറ്റേണിലും വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് മാനുഫാക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് ബ്രിക്സും മെഷീൻ മെയ്ഡും. പേര് പോലെ തന്നെ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ടുണ്ടാക്കിയതാണ്. മെഷീൻ മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസിനെ ഉപയോഗിച്ചിട്ട് ഒരുപാട് മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മെഷീൻ മെയ്ഡ്. അപ്പോൾ വയർ കട്ട് ബ്രിക്സ് ഉണ്ട്, അതേപോലെ പ്രസ്ഡ് ബ്രിക്സ് ഉണ്ട്, അതിന് ഓരോ മെത്തേഡ്സിനനുസരിച്ച് മോൾഡഡ് ബ്രിക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് അതിനെ തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വയർ കട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് കട്ട് ഫ്രം ക്ലേ എക്സ്ട്രൂഡഡ് ഇൻ എ കോളം ആൻഡ് കട്ട് ഓഫ് ഇൻ ടു ബ്രിക് സൈസ് ബൈ വയേഴ്സ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുന്നത്. പ്രസ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ് പ്ലാസ്റ്റിക് ഓർ സെമി ഡ്രൈ ക്ലേ ആൻഡ് പ്രസ്ഡ് ഇൻ ടു മോൾഡ്സ്. പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് മോൾഡ്സിൽ പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രസ്ഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. Molded bricks when bricks are molded by machines imitating hand mixing. ഹാൻഡ് മിക്സിങ് പോലെ മോൾഡഡ് ബ്രിക്സ് ചെയ്യുന്നതിനാണ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബേണിങ്ങിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് പെയിൽ ബ്രിക്സ്, ബോഡി ബ്രിക്സ്, ആർച്ച് ബ്രിക്സ്. പെയിൽ ബ്രിക്സ് ആർ underburned bricks obtained from outer portion of the kiln. Body bricks are well burned bricks occupying central portion of the kiln. Arch bricks are overburnt also under as clinker bricks obtained from inner portion of the kiln. അപ്പോൾ പെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർബേൺഡ് ആണ്, ബോഡി ബ്രിക്സ് എന്ന് പറഞ്ഞാൽ വെൽ ബേൺഡ് ആണ്, ആർച്ച് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഓവർ ബേൺഡ് ബ്രിക്സ് ആണ്. ഇനി
ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സോളിഡ്, പെർഫറേറ്റഡ്, ഹോളോ, സെല്ലുലാർ. സോളിഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹോൾസ് നോട്ട് എക്സീഡിങ് 25% ഓഫ് വോളിയം ഓഫ് ബ്രിക്സ് ആർ പെർമിറ്റഡ്. ആൾട്ടർനേറ്റീവ്ലി ഫ്രോഗ്സ് നോട്ട് എക്സീഡിങ് 20% ഓഫ് ദ ടോട്ടൽ വോളിയംസ് ആർ പെർമിറ്റഡ്. അപ്പോൾ ഇതിൽ സോളിഡിലെ സ്മോൾ ഹോൾസ് ഉണ്ടാകും, പക്ഷേങ്കിൽ ടോട്ടൽ വോളിയത്തിൻ്റെ 25%-നേക്കാളും കൂടുതൽ അത് സമ്മതിക്കില്ല ഹോൾസ്, അങ്ങനെയുള്ളതിനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രോക്സാണ് കൊടുക്കുന്നതെങ്കിൽ അത് ടോട്ടൽ വെയ്റ്റിൻ്റെ 20% മാത്രമേ കൊടുക്കുള്ളൂ, ടോട്ടൽ വോളിയത്തിൻ്റെ 20%. അങ്ങനെയുള്ളതാണ് സോളിഡ് ബ്രിക്സ്. പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹോൾസ് മേ എക്സീഡ് 25% ഓഫ് ടോട്ടൽ വോളിയം ഓഫ് ദ ബ്രിക്സ്. അതിൻ്റെ സ്മോൾ ഹോൾസ് കൂടുതലായിട്ട് 25%-ലും കൂടുതലുള്ളതിന് പെർഫറേറ്റഡ് എന്ന് പറയും. ഹോളോ എന്ന് പറയുന്നത് the total of holes which need not be small may exceed 25% of the volume of the brick. ഇത് ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഹോളാണ് ഉണ്ടാവുക, അത് സ്മോൾ അല്ല. സോളിഡിലും പെർഫറേറ്റഡിലും സ്മോൾ ഹോൾസാണ് പറയുന്നത്. ഹോളോയിൽ സ്മോൾ ഹോളല്ല, കുറച്ചുകൂടെ വലിയ ഹോളാണ്, അത് 25%-നേക്കാളും കൂടുതൽ വരുന്നുണ്ട്. സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലോസ്ഡ് at one end exceeds 20% of the volume. വോളിയത്തിനേക്കാളും 20% എക്സീഡ് ചെയ്യുന്നതിനാണ് സെല്ലുലാർ എന്ന് പറയുന്നത്. സ്മോൾ ഹോൾസ് ആർ ലെസ് ദാൻ 20 mm ഓർ ലെസ് ദാൻ 500 mm² ഇൻ ക്രോസ് സെക്ഷൻ. സ്മോൾ ഹോൾ എന്ന് പറയുന്നത് 20 mm-ലും 500 mm-ലും ക്രോസ് സെക്ഷനിൽ കുറവുള്ളതിനെയാണ് നമ്മൾ സ്മോൾ ഹോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സ്റ്റീൽ. Steel is basically an alloy of iron and carbon with a small percentage of other metals such as nickel, chromium, aluminum, cobalt, molybdenum, tungsten, etc. ഇത് ബേസിക്കലി അയൺ കാർബണിൻ്റെ അലോയ് ആണ്. ചെറിയൊരു പെർസെൻറ്റേജിൽ നിക്കൽ, ക്രോമിയം, അലൂമിനിയം, കൊബാൾട്ട്, മോളിബ്ഡനം, ടങ്സ്റ്റൺ എന്നിവ കാണും. Steel is hard, ductile and malleable solid and is probably the most solid material after plastic and iron. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കും പിന്നീട് അയണും അതിനുശേഷം സ്റ്റീലുമാണ് ഏറ്റവും കൂടുതൽ ഉപഭോഗത്തിലുള്ളത്. There are many different types of steel classified on the basis of the type of metals used and the percentage content of the metals in the particular type of steel. സ്റ്റീലിന് ഒരുപാട് തരത്തിലുണ്ട്, അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ടൈപ്സ് ഓഫ് സ്റ്റീല്: ഹൈ കാർബൺ സ്റ്റീല്, മൈൽഡ് സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, ഹൈ സ്റ്റീല്, കൊബാൾട്ട് സ്റ്റീല്, നിക്കൽ ക്രോമിയം സ്റ്റീല്, അലൂമിനിയം സ്റ്റീല്, ക്രോമിയം സ്റ്റീല്. High carbon steel, simply composed of iron and carbon with a more percentage of carbon in it than iron. കൂടുതലും കാർബൺ ആയിരിക്കും ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ടാവും, അതിന്റെ പേര് പോലെ തന്നെ. The presence of excess carbon makes this type of steel is softer than other types of steel which contain some percentage of other elements as well as. ബാക്കി എല്ലാ സ്റ്റീലിനേക്കാളും സോഫ്റ്റർ ആണ്. സ്റ്റീലും അയണും കാർബണും മാത്രമല്ല, ചെറിയൊരു പെർസെൻറ്റേജിൽ അതർ എലമെന്റ്സും പ്രസന്റ് ആണ്. മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ മേക്കിംഗ് wood cutting tools because they are sharpened easily. However, it cannot be used in making tools used for cutting of hard substances because it is not hard enough for that purpose. It is also used in making axes, swords, scissors and other cutting tools. Wood cutting tools-ഉം scissors പോലുള്ള കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കാനാണ് നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. Mild carbon steel. Mild carbon steel, just like the high carbon steel, is simply composed of iron and carbon, but it is very low content of carbon. Carbon content വളരെ കുറവാണ്. This steel is used in making vehicle frames, panel, boxes, cases, and sheet metals for roof. It is now also used in replacement for wrought iron in the making of railroads rails. Medium carbon steel. Medium carbon steel have a normal content of carbon. That means that they are not as hard as the high carbon and neither are they are strong the mild carbon. കാർബണിന്റെ കണ്ടന്റ് ഉണ്ട്, മൈൽഡ് കാർബണിനെ പോലെയുമല്ല ഹാർഡ് കാർബണിനെ പോലെയും അല്ല, കുറച്ച് അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നതുകൊണ്ടാണ് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. സോഫ്റ്റും അല്ല ഹാർഡും അല്ല. They are used in making tool frames and springs. Stainless steels. Stainless steels are most resistant and commonly used for steel of all types. It apart from carbon contains 11% of chromium and some amount of nickel. ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ കാർബൺ അയണും കാർബണും പിന്നെ കുറച്ച് ക്രോമിയം 11% ഓഫ് ക്രോമിയം ഉണ്ട്, പിന്നെ
അതേപോലെ നിക്കലും ഉണ്ട്. Although all the types of steels are generally resistant to rust and corrosion. ഇത് corrosion resistant ആണ്. The stainless steel is resistant to any sort of external attack. External attack ഏത് തരത്തിലുള്ള external attackനും resistant ആണിത്. This steel is used for making crockery, wristwatches, kitchen utensils, cutlery and surgical equipments. High speed steel is an alloy of steel which may consist of either of the following metal: tungsten, cobalt, molybdenum and chromium. ഇതൊക്കെയാണ് അതിന്റെ കൂടെ ഉള്ളത്. High speed steel is probably the toughest of all types. The term high speed is given to it due to the fact that it has the ability to cut the metals. മെറ്റൽസിനെ കട്ട് ചെയ്യാൻ നമ്മൾ ഈ ഹൈ സ്പീഡ് സ്റ്റീലാണ് ഉപയോഗിക്കുക. യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് ഡ്രിൽസ് ആൻഡ് ടൂൾസ് ആൻഡ് പവർ സോഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ high speed steel ഉപയോഗിക്കുന്നത്. Hardness and rigidity of high speed steel depends on the metal used in the making of the alloy and its percentage of composition. നമ്മൾ ഏതൊക്കെ മെറ്റലാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ പെർസെൻറ്റേജിലാണ് ഇത് കോമ്പസ് ചെയ്തിട്ടുള്ളതെന്നും അനുസരിച്ചിട്ട് ഹൈ സ്പീഡ് സ്റ്റീലിന്റെ ഹാർഡ്നെസ്സും റിജിഡിറ്റിയും മാറും. Cobalt steel. Cobalt is much like the high speed steel with the excess of cobalt present in it. കൂടുതലായിട്ട് cobalt കാണും. It might not as hard as the high-speed steel, but it is too can drill through certain types of metals. The drill tools made of cobalt steel have a tough of brown color. നമുക്ക് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ഡ്രില്ലറായിട്ട് കൊബാൾട്ട് സ്റ്റീൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രില്ലർ മേക്കിങ്ങിന് ഉപയോഗിക്കാണ് പറ്റും. പക്ഷെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ അത്ര വരൂല. എന്നാലും ചില ഇതിലൊക്കെ ചില മെറ്റൽസ് ഒക്കെ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ കളർ ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക. Nickel chromium steel. Nickel chromium steel has a special type of steel which is shock resistant apart from being strong. Therefore, it is commonly used as an armor plate. ഇത് shock resistant ആണ്. അതാണ് ഈ nickel chromium steelന്റെ പ്രത്യേകത. Aluminum steel. Aluminum steel is smooth steel with a high concentration of high content of aluminum. Because of its strong and smooth surface, it is used for making furniture. Furniture ഉണ്ടാക്കാനാണ് അലൂമിനിയം സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് അലൂമിനിയം ആണ് ഉണ്ടാകുന്നത്. Chromium steel. Chromium steel have a high content of chromium and are resistant to corrosion. കൂടുതൽ chromium ആണ് ഉണ്ടാവുക, resistance to corrosion ആണ്. They are very strong, tensile and elastic in nature. They are used in making automobiles and airplane parts. അടുത്തത് aggregatesനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Aggregates are inert materials mixed with a binding material like cement or lime in the preparation of mortar or concrete. Concrete or mortar ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു inert material ആണ് aggregates. Granular material of mineral composition such as sand, ഏതും ആവാം. സാൻഡോ ഗ്രാവലോ ഷെയിലോ സ്ലാഗോ ക്രഷ്ഡ് സ്റ്റോണോ ഏതും ആവാം. ഇതിനൊക്കെ നമ്മൾ aggregate എന്നാണ് പറയുന്നത്. Natural aggregates. Natural aggregates. All natural aggregates particles originally found on a part of larger parent mass. എല്ലാ തരത്തിലുള്ള നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനൊക്കെ ഒരു ലാർജർ മാസ് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. Many properties of the aggregates depend entirely on the properties of the parent rock. Parent rockന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഈ aggregate കാണിക്കും. Example, chemical and mineral composition, petrological character, specific gravity, etc. ഇതൊക്കെ പാരന്റ് റോക്കിന്റെ തന്നെയായിരിക്കും ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള അഗ്രിഗേറ്റ്സിന്റെ. Some properties are possessed by aggregates but absent in the parent rock. Aggregatesനുള്ള ചില പ്രോപ്പർട്ടീസ് പാരന്റ് റോക്കിന് ഉണ്ടാവില്ല. അതായത് പാർട്ടിക്കിൾ ഷേപ്പ്, സൈസ്, സർഫസ് ടെക്സ്ചർ ആൻഡ് അബ്സോർപ്ഷൻ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്. Aggregates are broadly classified as fine aggregates and coarse aggregates. Fine aggregates. Particles of fine aggregates pass through 4.75 mm sieve. Most commonly used fine aggregates are sand, crushed stone, ash or cinder and surki. അതിന്റെ സൈസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളതാണ് ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. കോഴ്സ് അഗ്രിഗേറ്റ്സ് അതിന്റെ സൈസ് 4.75ന്റെയും 7.5 mmന്റെയും ഇടയിലാണ്. അതിനെയാണ് കോഴ്സ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. യൂസസ് ഓഫ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫില്ലറായിട്ട് ഉപയോഗിക്കും, ഡയമെൻഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഷ്രിങ്കേജ് ഒഴിവാകാനും തെർമൽ ചേഞ്ചസിന് ഒഴിവാകാനും വേണ്ടിയിട്ട് നമ്മൾ അഗ്രിഗേറ്റ്സ് ഉപയോഗിക്കും. സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. എക്കണോമി ആയിട്ട് ഉപയോഗിക്കും. എക്കണോമി എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ
കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി കൂട്ടാൻ നമ്മൾ അഗ്രിഗേറ്റ്സ് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് വെയിറ്റ് അൾട്രാ ലൈറ്റ് വെയിറ്റ് വളരെ കുറവുള്ളത് വെർമിക്യുലൈറ്റ്, സെറാമിക്, ഡയറ്റോമൈറ്റ്, യുമിക്, സ്കോറിയ, പെർലൈറ്റ്. Can be sawed on nailed, also used for its insulating properties. അപ്പോൾ ഇതിൻ്റെ 250 to 1450 kilogram per meter cube. Light weight, expanded clay, shale or slate crushed brick, used primarily for making lightweight concrete for structures, also used it for insulating properties. Normal weight ഉള്ളത് crushed limestone, sand, river gravel, crushed recycled concrete, used for normal concrete project. Heavy weight, baryte, magnetite, steel or iron shot, steel or iron pellet, used for making high density concrete for shielding against nuclear radiation. Constituent in naturally occurring aggregates. അതിൽ നാച്ചുറലി ഒക്കറിംഗ് ഉള്ള അഗ്രിഗേറ്റ്സിൽ എന്തൊക്കെയാണുള്ളത്? നാച്ചുറലി ഒക്കറിംഗ് കോൺക്രീറ്റ് അഗ്രിഗേറ്റ്സ് ആർ മിക്സ്ചർ ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്. മിനറൽസിലുള്ളത് സിലിക്ക, ക്വാർട്സ്, സിലിക്കേറ്റ്സ്, ക്ലേ, കാർബണേറ്റ്സ്, കാൽസൈറ്റ്, ഡൊളോമൈറ്റ്. ഇഗ്നിയസ് റോക്കിലുള്ളത് ഗ്രാനൈറ്റ്, ബസാൾട്ട്. സെഡിമെന്ററി റോക്സിൽ സാൻഡ്സ്റ്റോണ്, ലൈംസ്റ്റോണ്, ഷെയ്ല്. മെറ്റാമോർഫിക് റോക്സിൽ മാർബിൾ, സ്ലേറ്റ്. സിമെന്റ് ഒരു ബൈൻഡറാണ്. അതർ മെറ്റീരിയൽസിനൊക്കെ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നത്. സിമെന്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഹൈഡ്രോളിക് സിമെന്റ്, നോൺ ഹൈഡ്രോളിക് സിമെന്റ് എന്ന് പറയുന്നുണ്ട്. വെറ്റ് കണ്ടീഷനിലാണ് അത് സെറ്റ് ആവുമെങ്കിൽ അത് നമ്മൾ ഹൈഡ്രോളിക് സിമെന്റ് എന്ന് പറയും. വെറ്റ് അല്ലാതെ ഇറ്റ്സ് ഡ്രൈസ് ആൻഡ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയറിൽ റിയാക്ട് ചെയ്തിട്ട് സെറ്റ് ആവുന്നതിന് നമ്മൾ നോൺ ഹൈഡ്രോളിക് സിമെന്റ് എന്നാണ് പറയുന്നത്. സിമെന്റിന്റെ യൂസ്: cement mortar for a masonry work, plaster and pointing etc. masonry വർക്കിനൊക്കെ നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഫോർ ലേയിങ് ഫ്ലോർസ്, റൂഫ്സ് ആൻഡ് കൺസ്ട്രക്ടിങ് ലിൻഡൽസ്, ബീംസ്, വെതർ ഷെഡ്, സ്റ്റെയർ പില്ലേഴ്സ്, അതിനൊക്കെ പില്ലേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഫോർ ഇമ്പോർട്ടൻറ്റ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ബ്രിഡ്ജ്, കൾവേർട്സ്, ഡാംസ്, ടണൽസ്, ലൈറ്റ് ഹൗസ്, ക്ലോക്സ്, അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മേക്കിംഗ് ജോയിൻറ്റ്സ് ഫോർ ജോയിൻറ്റ്സ്, പൈപ്പ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വെല്ല്, വാട്ടർ വെൽസ്, ടെന്നീസ് കോർട്ട്, സെപ്റ്റിക് ടാങ്ക്, ലാമ്പ് പോസ്റ്റസ്, ടെലിഫോൺ ക്യാബിൻസ്, ഇങ്ങനെ ഫൗണ്ടേഷൻ, വാട്ടർ ടൈറ്റ് ഫ്ലോർസ്, ഫുട്പാത്ത്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സിമെൻറ്റ് പഠിക്കാൻ വേണ്ടി പോവാം. ഒരുപാട് ടൈപ്പിൽ സിമെൻറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റ്. ഇത് നമ്മൾ ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് അതർ മെറ്റീരിയൽസ് സച്ച് ആസ് ക്ലേ. അതിൻ്റെ കൂടെ സ്മോൾ ക്ലേ പോലുള്ള അതർ മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് കോമൺ ആയിട്ട് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലിനിലാണ് 1450 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചൂടാക്കുന്ന പ്രോസസ്സ് നമ്മൾ കാൽസിനേഷൻ എന്നാണ് പറയുന്നത്. The most common use of Portland cement is production of concrete. Concrete is a composite material consisting of aggregate, gravel and sand, cement and water. നമ്മൾ കോമൺ ആയിട്ട് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെയും വാട്ടറിൻ്റെയും സാൻഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. പോർട്ട്ലാൻഡ് സിമെൻറ്റ് ചിലപ്പം ഗ്രേ കളറിലായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ this type of cement used in construction when there is no exposure to sulfate in the soil or groundwater. ഗ്രൗണ്ട്വാട്ടറിലോ സോയിലോ സൾഫേറ്റിൻ്റെ പ്രസൻസ് ഇല്ലാത്ത കേസിലാണ് നമ്മൾ ഈ സിമെൻറ്റ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഇസ് ലിമിറ്റഡ് ബിറ്റ്വീൻ 0.66 to 1.02. അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഫ്രീം ലൈം കോസ് ദ സിമെൻറ്റ് ടു ബി അൺസൗണ്ട്. പെർസെൻറ്റേജ് ഓഫ് Al2O3 alumina to Fe2O3 is not less than 0.66. Insoluble residue not more than 1.5%. Percentage of SO3 limited by 2.5% when C3A less than 7% and not more than 3% when C3A greater than 7%. Loss of ignition 4%. Percentage of magnesium oxide of 5%. Fineness not less than 2250 cm² by grams.
ഇനി അടുത്തൊരു സിമെൻ്റാണ് റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇറ്റ് ഈസ് ഫേമർ ദാൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഓർഡിനറിനേക്കാളും ഫേമർ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് മോർ C3S or less C2S than ordinary Portland cement. It is 3 days strength is same as 7 days strength of ordinary Portland cement. അപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ 3 days സ്ട്രെങ്ത്തും അതിൻ്റെ 7 days സ്ട്രെങ്ത്തും ഈക്വൽ ആണ്. And low heat Portland cement. Heat generated in the ordinary Portland cement at the end of 3 days 80 Cl per gram, while in low heat cement is about 50 Cl per gram of cement. It has low percentage of C3A and relatively more C2S and less C3S than OP cement. Reduce and delay of heat of hydration. British Standard BS 13701974 limit the heat of hydration of the cement. Sulfate resisting Portland cement. Maximum C3A content by 3.5% and minimum fineness by 2500 cm per gram. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്, ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഫേമർ ദാൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. സൾഫേറ്റ് ഫോംസ് സൾഫർ അലൂമിനേറ്റ് വിച്ച് ഹാസ് എക്സ്പെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് സോ കോസസ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് കോൺക്രീറ്റ്. അടുത്തത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഫോർ ദിസ് സിമെൻറ്റ് സിലേറ്റ് is obtained from blast furnace is used. ഇത് ബ്ലാസ്റ്റ് ഫർണസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. The clinkers of cements are ground with about 60 to 65% of slag. Its strength is early days is less and hence is required a longer curing period. It proves to be economical as slag, which as a waste product is used in the manufacturing. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് ആദ്യത്തെ ദിവസങ്ങളൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ലോങ്ങർ ക്യൂറിംഗ് പോയിന്റ് ഉണ്ട്. അടുത്തത് പൊസലാനിക് സിമെൻറ്റ്. ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഓഫ് പൊസലാന മേ ബി 10 to 25% of bay weight. This cement has a higher resistance to chemical agencies and seawater because of absence of lime. ഇതിനകത്ത് ലൈം നമ്മൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിന് കെമിക്കൽ ഏജൻസിയുടെ ഹയർ റെസിസ്റ്റൻസ് ആണ്. It involves less heat and initial strength is less, but final strength is 28 days onwards. It possesses less resistance to the erosion and weathering actions. It imparts higher degree of water tightness and it is cheap. ഇനി അടുത്തത് വൈറ്റ് പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ്. ഇതിൻ്റെ കളറ് ഗ്രേ കളർ ഓഫ് ഓപ്പിയാണ്. സിമെൻറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ഹെൻസ് ഇൻ വൈറ്റ് സിമെൻറ്റ് അയൺ ഓക്സൈഡ് ഇസ് ലിമിറ്റഡ് ടു 1%. സോഡിയം അലൂമിന ഫെറൈറ്റ്, അതായത് ക്രിനോലൈൻ നേവ് AlF6 is added to act as a flux in the absence of iron oxide. അപ്പോൾ അയൺ ഓക്സൈഡ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്രിനോലിനാണ് ഫ്ലക്സ് ആയിട്ട് ആഡ് ചെയ്യാം. It is quick drying, possesses high strength and has superior aesthetic values, and it also costly than ordinary cement because of specific requirement imposed upon the raw materials and the manufacturing process. White cements are used in swimming pools for painting, garden furniture, മോൾഡിങ്, സ്കൾപ്ചേഴ്സ് ആൻഡ് സ്റ്റാച്യൂസ് എക്സെട്ര. നമുക്ക് അറിയുന്നതാണ് വൈറ്റ് സിമെൻറ്റ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് സിമെൻ്റ് ആണ് ഇത്. ഇതിൽ ഈ കളറാവാനുള്ള കാരണം അയണിൻ്റെയും ഓക്സിജൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് വൈറ്റ് കളറായിട്ട് കിട്ടുന്നത്. ഇനി കളേർഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇത് സിമെൻറ്റ് ഓഫ് ഡിസൈർഡ് കളർ മേ ബി ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് മിനറൽ പിഗ്മെൻറ്റ്സ് വിത്ത് ഓർഡിനറി സിമെൻറ്റ്. നോർമൽ സിമെൻറ്റിൻ്റെ കൂടെ മിനറൽ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളേർഡ് സിമെൻറ്റ് കിട്ടും. The amount of coloring materials may vary from 5 to 10%. If this percentage exceeds 10%, the strength of the cement affected. അപ്പം നോർമൽ സിമെൻറ്റിന് 5 to 10% വരെ നമുക്ക് കളർ ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യും. The iron oxide in different proportion gives brown, red, yellow color. അപ്പോൾ അയൺ ഓക്സൈഡ് ഓരോ പ്രൊപ്പോർഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രൗൺ, റെഡ്, യെല്ലോ കളർ കിട്ടും. The colored cements are widely used in the finishing of floors, windows, slabs, stairs, streets. ആ കളേർഡ് സിമെൻറ്റ് നമ്മൾ ഫ്ലോർസിലും വിൻഡോസില്ല സ്ലാബ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എക്സ്പാൻസീവ് സിമെൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് ആൻ എക്സ്പാൻഡിങ് മീഡിയം ലൈക്ക് സൾഫർ അലൂമിനേറ്റ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ടു ഓർഡിനറി സിമെൻറ്റ്. ഓർഡിനറി സിമെൻറ്റിൻ്റെ കൂടെ സൾഫർ അലൂമിനേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ സിമെൻറ്റ് കിട്ടുക. അത് എക്സ്പാൻഡിങ് സിമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോർ റിപ്പയറിംഗ് ദ ഡാമേജ്ഡ് കോൺക്രീറ്റ് സർഫസ്. വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സിനും അതുപോലെ കോൺക്രീറ്റ് സർഫസസ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ സിമെൻറ്റ് എക്സ്പാൻഡിങ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹൈ അലൂമിന സിമെൻറ്റ്.
The cement is produced by grilling clickers formed by calcinating bauxite and lime. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഗ്രില്ലിംഗ് ക്ലിക്കേഴ്സ് ഫോംഡ് ബൈ കാൽസിനേറ്റിംഗ് ബോക്സൈറ്റ് ആൻഡ് ലൈം. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനത്തിൻ്റെ ഓറാണ്. ബോക്സൈറ്റും ലൈമും കാൽസിനേഷൻ ചെയ്താലാണ് നമുക്ക് ഹൈ അലൂമിന സിമെൻറ്റ് കിട്ടുന്നത്. It can stand high temperatures. It evolves great heat during setting. It is therefore not affected by frost. അപ്പോൾ ഇതാണ് ഹൈ അലൂമിന സിമെൻറ്റ്.